ഹിറ്റായിട്ടിരിക്കുന്ന പടം. അപ്പോൾ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാവരും കണ്ടവരൊക്കെ നല്ല പടമെന്ന് പറയുന്നവരെ നിങ്ങളൊന്നും കണ്ടവർ പറയുന്നുണ്ട് നല്ല പടം. അപ്പം ഇതുപോലെയുള്ള നല്ല പടമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ലായിരുന്നു. പടം ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാം. ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നേ പറയുള്ളൂ. എല്ലാവരും നമ്മളിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം ഒന്നും നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത്. അതിനകത്ത് തെറ്റും കുറവും കുറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ പൈസ മുടക്കി കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ലായത് നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞു പടമാണ്. പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീര എന്ന് പറഞ്ഞ കുട്ടി, ബേബി. ആ കുട്ടി പിന്നെ നമ്മുടെ മാമുക്കയുടെ മോൻ നിസാറിന് ഇതിനകത്ത് അൻസാറിന് ഇതിനകത്ത് ഞങ്ങളെല്ലാവരും പിടിച്ചിട്ടുണ്ട്. 2 പുതുമുഖങ്ങളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു. ബേബി കാശ്മീര പ്രൊഡ്യൂസറുടെ പിന്നെ ഈ പറയുന്ന നിസാർ മാമുക്കോയ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ആളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അസാധ്യ ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. കൂടെ ഞാനും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം ഓടുമായിരിക്കുന്നേ. അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ മുടക്കിയ പൈസയെങ്കിലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വച്ചെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. മാർക്കോന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടം. അപ്പോൾ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞെന്നും പറഞ്ഞ് ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കഴിഞ്ഞാൽ വലിയ കമ്പനികൾ വെച്ചാട്ടോ ഉള്ളിങ്ങുന്നതൊക്കെ ഒക്കെ എന്തെങ്കിലും ഒരു കഷ്ടം കിട്ടിയിട്ട് ചുമ്മാ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഇപ്പം നിങ്ങൾ എത്ര പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നതിനകത്ത് നിങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നില്ല. നിങ്ങൾ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാണ്. അപ്പോൾ ഒരാളെ ഇങ്ങനെ പൂഷിച്ചിട്ട് ഉണ്ടാകുന്നൊരു ഉണ്ടാക്കരുത്. നമ്മൾ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗാണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം. അവനെ ഒന്ന് കൊല വിളിക്കണം ഞാൻ പറഞ്ഞു. അങ്ങനെ പറയുക. അത് പറഞ്ഞു പോകുമ്പോൾ ഒരു നിസാര കേസൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിയാണ് ആ ഫോട്ടോ അയക്കാൻ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു. ആ കൊച്ചു എന്നോട് ക്ഷമിച്ചു കാണിക്കണം. ഓക്കെ അപ്പോൾ ഇത്തിരി ഓക്കെ.